പരിശീലകൻ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് വിശദീകരണം തേടി മനുഷ്യാവകാശ കമ്മീഷൻ. സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കമ്മീഷന്റെ നടപടി. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സലീം, ഇപ്പോൾ ഈ ഒരു വിശദീകരണം തേടാനിടയായ സാഹചര്യം അത് വിശദമാക്കാമോ? ശ്രീലക്ഷ്മി, ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ക്രിക്കറ്റ് പരിശീലനത്തിന് എത്തുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കോച്ച് പീഡിപ്പിച്ചു എന്നുള്ള പരാതി ഉയർന്നു വരുന്നത്. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത്തരമൊരു സംഭവം ഉണ്ടാകാനിടയായ സാഹചര്യം KCA വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്. പീഡനക്കേസിൽ പ്രതിയായ കോച്ച് മനു എന്ന അയാൾ കഴിഞ്ഞ 10 വർഷമായി KCAയിൽ കോച്ചായി തന്നെ സേവനമനുഷ്ഠിക്കുകയാണ്. തെങ്കാശിയിൽ ഉൾപ്പെടെ കുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള പരാതി. നിലവിൽ ഈ പരാതി ഉയർന്നതിന് ശേഷം പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കുട്ടികളുടെ നഗ്നചിത്രം പകർത്തിയെന്ന ആരോപണം ഉൾപ്പെടെ ഇയാൾക്കെതിരെയുണ്ട്. മാത്രമല്ല, ഓരോ സമയങ്ങളിലും ഇദ്ദേഹം വളരെ വിദഗ്ധമായ നിലയിൽ കുട്ടികളെ ഉപദ്രവിക്കുകയും മറ്റും ചെയ്യുന്നു എന്നുള്ള പരാതികൾ ആദ്യം ഒരു പെൺകുട്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉയർത്തിയത്. അതിനുശേഷമാണ് പരാതിയുടെ പ്രളയം തന്നെ ഇയാൾക്കെതിരെ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. ആ കേസ് പരിശോധിച്ചു വരുന്നതിനിടയിലാണ് ആ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ KCAയ്ക്കും ഇത്തരത്തിലൊരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.